നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും അറിയിച്ച് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ. സുരക്ഷയുടെ ഭാഗമായി വിവാഹ സമയത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് വിവാഹ സംഘങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം എടുത്ത തീരുമാനമാണ്. വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്നത് തെറ്റായ പ്രചാരണമാണ്. ഒരു വിവാഹം പോലും മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആരും ദേവസ്വത്തെ സമീപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 17-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ഭാഗമായി 11 വിവാഹങ്ങൾ മാറ്റിവെച്ചെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. ഇതേ തുടർന്നാണ് വിശദീകരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനം അറിഞ്ഞ ശേഷവും 11 വിവാഹങ്ങളുടെ ബുക്കിംഗ് കൂടി നടന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞ ശേഷവുമാണ് ഈ 11 വിവാഹങ്ങൾ ബുക്ക് ചെയ്തത്. പ്രധാനമന്ത്രി 17-ന് രാവിലെ 8 മണിക്ക് ക്ഷേത്ര ദർശനം നടത്തും. ശേഷം 8:45-ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്യും. എല്ലാ വധൂവരന്മാരും പോലീസ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ധരിക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് 3 മണ്ഡപങ്ങളിൽ കൂടി താലികെട്ട് നടത്താൻ പോലീസ് അനുമതി നൽകിയ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. കല്യാണ മണ്ഡപങ്ങൾ ഒഴിച്ചിടേണ്ടതില്ലെന്ന തീരുമാനത്തിന് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുണ്ട്. 17-ന് രാവിലെ 8:45-നാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക. അന്ന് 66 വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. നിയന്ത്രണ സമയമായ രാവിലെ 7-നും 9-നും ഇടയിൽ 11 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത്. അതിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടേത് ഉൾപ്പെടെ 4 വിവാഹങ്ങളാണ് 8:45-ന് നടക്കുക. ആ സമയത്തെ വധൂവരന്മാരുടെ പേര് വിവരങ്ങളും അവരുടെ രേഖകളും പോലീസ് ശേഖരിച്ചു. രാവിലെ 8:10-നാണ് നരേന്ദ്രമോദി ക്ഷേത്ര ദർശനത്തിന് എത്തുക. അരമണിക്കൂർ ദർശനം കഴിഞ്ഞ് പുറത്ത് കടക്കും. തുടർന്ന് വിവാഹത്തിൽ പങ്കെടുത്ത ഉടൻ കൊച്ചിയിലേക്ക് മടങ്ങും. അവിടെ 10-നുള്ള പൊതുപരിപാടിയിലാണ് പങ്കെടുക്കേണ്ടത്. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ന് മുൻപ് കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിവെക്കാൻ ദേവസ്വത്തിന് പോലീസ് നിർദ്ദേശം. പോലീസ് ആവശ്യപ്പെട്ട എല്ലാ പരിശോധനാ സാമഗ്രികളും വാങ്ങുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ പറഞ്ഞു. 4 നടകളിലും ഡോർ മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിക്കും. മാവേലിക്കര സ്വദേശിയായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ. സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് ഇക്കഴിഞ്ഞ ജൂലൈയിൽ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടത്തിയിരുന്നു. ജനുവരി 20-ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വച്ചാണ് വിവാഹ സൽക്കാരം. മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനാണ് ബിസിനസ്സുകാരനായ ശ്രേയസ്. സുരേഷ് ഗോപിയുടെ മൂത്ത മകളാണ് ഭാഗ്യ. നേരത്തെ വിവാഹത്തിന് നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിലെത്തിയിരുന്നു. ഭാര്യ രാധികയ്ക്കും മകൾ ഭാഗ്യയ്ക്കുമൊപ്പമാണ് സുരേഷ് ഗോപി വിവാഹ ക്ഷണക്കത്ത് മോദിക്ക് കൈമാറിയത്. കൂടിക്കാഴ്ചയിൽ സ്വർണ്ണ നിറമുള്ള താമരയുടെ രൂപം കുടുംബം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപായി ഭക്തരെ 1 മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും. രാവിലെ 6 മുതൽ പ്രധാനമന്ത്രി മടങ്ങുന്നത് വരെ ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല. ഭക്തർക്ക് തടസ്സമാകാതിരിക്കാൻ കഴിഞ്ഞ തവണ 14 മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി മോദി ക്ഷേത്രത്തിന് പുറത്ത് കടന്നിരുന്നു.